ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. ബലാത്സംഗം നടത്തിയതിന് കൂടുതൽ തെളിവുണ്ടെന്ന് പോലീസ്. പീഡനത്തിനിടെ ഉപദ്രവിച്ചതിന്റെ ചിത്രങ്ങൾ അടക്കമുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഗർഭഛിദ്രത്തിന് തെളിവായി മെഡിക്കൽ രേഖകൾ കണ്ടെടുത്തു. അതേസമയം തെളിവുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും പോലീസ്. കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനിയിലേക്ക് പോകാം. ശാലിനി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ പ്രതിരോധം തീർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയ്ക്കെതിരെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട്. ശക്തമായ തെളിവുകൾ തന്നെയാണ് അത് എന്നാണോ സൂചനകൾ വരുന്നത്? ആരോഗ്യണി തീർച്ചയായും അങ്ങനെ തന്നെയാണ്. 5 ദിവസത്തിലധികമായി ഒളിവിൽ കഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ. സ്വാഭാവികമായും ആ ഒളിവിൽ നിന്നുകൊണ്ട് ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പ്രതിരോധം തീർക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പമുള്ള കോൺഗ്രസിന്റെ സൈബർ വിങ്ങും സൈബർ ടീമും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളടക്കം കഴിഞ്ഞ തുടർച്ചയായ 2 ദിവസങ്ങളിൽ കോടതിയിൽ സമർപ്പിച്ചൊരു സാഹചര്യം നിൽപ്പുണ്ട്. ഒന്ന് പെൻഡ്രൈവിലാക്കി കോടതിയെ ഈ വിവരങ്ങൾ എത്തിക്കുന്നു. മറ്റൊന്ന് സീൽഡ് ചെയ്ത കവറിൽ കോടതിയെ ചില രേഖകൾ കൈമാറി രാഹുൽ പ്രതിരോധം തീർക്കുന്നു ഒരു ഭാഗത്ത്. പക്ഷേ രാഹുലിന് കുരുക്കുമുറുകുന്ന രീതിയിലുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അത് രാഹുലിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നിർബന്ധിത ഗർഭഛിദ്രം നടത്തി, ഒപ്പം തന്നെ പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചു, പലയിടങ്ങളിൽ എത്തിച്ച് അല്ലെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുപോയി ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ളതടക്കമുള്ള നിർണായക രേഖകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ശാരീരികമായും മാനസികമായും ഈ പെൺകുട്ടിയെ തളർത്താനുള്ള ശ്രമങ്ങൾ രാഹുലിന്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട് എന്നും ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ അടക്കമുള്ള ചിത്രങ്ങൾ രാഹുൽ ഈശ്വറിന് എതിരായി തെളിവായി പോലീസിന് മുൻപാകെ എത്തിയിട്ടുമുണ്ട്. കൂടാതെ തന്നെ ഈ ഗർഭചിത്രം നടത്തിയെന്ന് പറയപ്പെടുന്ന ഡോക്ടറുടെ അതുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ പരിശോധന നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള രേഖകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതും അതുമായി ബന്ധപ്പെട്ട് ചികിത്സിച്ച ഡോക്ടറുടെ തെളിവുകളടക്കമുള്ള രേഖകളും പോലീസിന്റെ പക്കലുണ്ട്. ഇതൊക്കെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുകയാണ്. ഒരു ഭാഗത്ത് പ്രതിരോധം തീർക്കാനുള്ള തെളിവുകളായി രാഹുൽ കോടതിയെ സമീപിക്കുമ്പോൾ മറുഭാഗത്ത് രാഹുലിനെ പൂട്ടാൻ, രാഹുലിന്റെ ജാമ്യമടക്കം നാളെ പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിനൊരു കടിഞ്ഞാണിടാനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും നാളെ രാവിലോടുകൂടി തിരുവനന്തപുരം വഞ്ചൂരിലെ സെഷൻസ് കോടതി കേസ് പരിഗണിക്കും, ജാമ്യാപേക്ഷ പരിഗണിക്കും. ആ ജാമ്യാപേക്ഷയിൽ എന്തായാലും പ്രോസിക്യൂഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ചുകൊണ്ടായിരിക്കും വാദം നടത്തുക എന്നുള്ളതാണ്. ആ കൃത്യമായ അറസ്റ്റിലേക്ക് നാളെ പോലീസ് കടക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ 5 ദിവസങ്ങൾക്ക് ഇപ്പോഴും രാഹുൽ കേരളത്തിലുണ്ടോ, കേരളത്തിന് പുറത്താണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ തുടരുകയാണ്. എന്തായാലും പോലീസ് അറസ്റ്റിലേക്ക് കടക്കാനുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടത്തുമ്പോഴും രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇപ്പോഴും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആശങ്കയുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.